ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ക്യാബേജ് മെഴുക്കുവരട്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളയും അതുപോലെ തന്നെ വയലറ്റ് ക്യാബേജുമാണ് മെഴുക്കുവരട്ടി വെക്കാൻ എടുത്തിരിക്കുന്നത്. വയലറ്റ് ക്യാബേജ് ഞാൻ എടുത്ത് അരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തേ കേട്ടോ. അപ്പോൾ ഈ ക്യാബേജ് തോരൻ, ക്യാരറ്റ് തോരനൊക്കെ മടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ്. അപ്പോൾ അതിനകത്തോട്ട് ഒരു സവോള ചെറുത് അരിഞ്ഞിട്ടു, 2 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, 2 ക്യാബേജും കൂടി ഇടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് തന്നെ നമ്മൾ കറിവേപ്പില, കടുക് പൊട്ടുമ്പോഴേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ എല്ലാം കൂടാണ് കേട്ടോ കടുകിനകത്തോട്ട് ഇടുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് കുറച്ച് മസാലയൊക്കെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. കറിവേപ്പില പഴയ പോലെ നമ്മൾ കറി വെക്കുന്ന പോലെ ഈ കടുക് പൊട്ടുമ്പോൾ ഇടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയും പൊടികളുണ്ട്: കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ പെരുംജീരകം പൊടിച്ചത് കേട്ടോ. വേറെ ഗരം മസാല വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് മാത്രമേ ഉള്ളൂ. എല്ലാം ഒരു 1/2 സ്പൂൺ വെച്ചിട്ടേ ഇട്ടിട്ടുള്ളൂ. കാരണം ഒരുപാട് മസാല ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാബേജ് വേഗം നമ്മൾ ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഈ മസാല ഭയങ്കര ഓവറായിട്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് എടുത്ത് നിൽക്കും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് തോരനൊക്കെ കഴിച്ച് മടുത്ത ആൾക്കാർക്ക് ഇത് കഴിക്കാവുന്നതാണ്. വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട. അപ്പോൾ ആ ഒരു ചൂടാക്കിയ പൊടിക്കകത്തോട്ട് ഈ ഒരു അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഇടുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. സവോളയൊക്കെ ഒന്ന് വഴണ്ട് ഇതെല്ലാം ഒന്ന് വഴണ്ട് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ ഇട്ട കുരുമുളക് പൊടി കുറഞ്ഞു പോയെന്ന് തോന്നിയോണ്ട് കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇട്ട്, നമ്മുടെ വീട്ടിൽ തന്നെ കുരുമുളക് പൊടിച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ, വേറെ കെമിക്കലായിട്ട് വാങ്ങിച്ചൊന്നും അല്ല. അപ്പോൾ അതേ നമ്മളൊന്ന് മൂടി വെച്ചിട്ട് തുറന്നു കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒന്ന് വെന്ത് കിട്ടും. ഒരുപാട് പച്ചക്കറികൾ വേവിക്കാനായിട്ട് ആഗ്രഹമില്ലാത്ത ആൾക്കാർക്ക് അത് അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി മൊരിഞ്ഞൊക്കെ കിട്ടുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ കുറച്ച് നേരം മൊരിയാനായിട്ട് അതിങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പാനിലായതുകൊണ്ട് അത് നല്ലതായിട്ട് മൊരിഞ്ഞൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഞാനിതുപോലെ തന്നെ ഓഫീസിൽ ഇടയ്ക്ക് ഉണ്ടായിക്കൊണ്ട് പോകാറുണ്ട്. ഇങ്ങനെ ഈസി ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോസ് കാണണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഒന്ന് കയറി കാണാം. ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഇങ്ങനത്തെ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരണ്ടേ. അപ്പോൾ അതേ നമ്മുടെ ക്യാബേജ് മെഴുക്കോട്ട് റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.